അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാട്ടോ. ഇന്നിപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അല്ല ചുമല്ലേ, നമ്മളൊരു പെൺകുട്ടിനോട് കണ്ടിരുന്നു, പുള്ളിക്കാരത്തി പോയോ? ഇല്ല, അതായിരിക്കും നിൽക്കുന്നത്. അവിടെ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ എൻ്റെ കാമുകിനായിട്ട് വന്നാണെന്നല്ല. പക്ഷേ ഈ ഫെബ്രുവരി 14 വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അഥവാ നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ടെങ്കിലും ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളാളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഹലോ, എന്താ പേര്? ശില്പ അല്ലേ? ഫ്രം തൃശ്ശൂരിൽ നിന്നാണ്. നോക്കിയേ സുഹൃത്തുക്കളെ, ഈ ഒരു ബോർഡ് വായിച്ചു നോക്കിയേ, കറക്റ്റായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. അഥവാ ഇന്ന് നമ്മുടെ പുൽവാമ അറ്റാക്ക് ഡേ ആണ് അല്ലേ, ഫെബ്രുവരി 14 അതേപോലെ തന്നെ അന്നത്തെ ദിവസം സെയിം ദിവസമാണ് നമ്മളെ വാലന്റൈൻസ് ഡേ. ഈ ഒരു പ്ലക്കാർഡുമായിട്ട് നടക്കാനുണ്ടായ ഒരു ആശയം അല്ലെങ്കിൽ ഒരു കാരണം എന്താണ് ശില്പയുടെ? കാരണം ഇന്നിപ്പോ നമുക്ക് 2019 ഫെബ്രുവരി 14 നമുക്ക് ഒരുപാട് സോൾജേഴ്സിനെ നഷ്ടപ്പെട്ടത്. നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തില് ഇപ്പൊ ഒരുപാട് കവിതാക്കൾ നമ്മൾ അവരെ മാത്രം പറയുന്നില്ല, ഒരു ദിവസത്തില് ഒരുപാട് പേര് ഇവിടെ അത്രയും ഫ്രീഡത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഈ പിന്നെ എന്താ പറയാ, ആളുകൾ ഈ പട്ടാളക്കാര് നമുക്ക് വേണ്ടി അതിർത്തി കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സ്വതന്ത്രമായിട്ട് പ്രേമിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ വാലന്റൈൻസ് ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇനി ഞാൻ പേഴ്സണലി ചോദിക്കട്ടെ, ശില്പക്ക് പ്രണയമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ അത് ആഘോഷിക്കുന്നില്ല അല്ലേ, നമ്മുടെ മനസ്സിൽ വെക്കുന്നുണ്ട്. ഇതും നമ്മളൊന്ന് ആലോചിക്കണം. ഇത് നമുക്ക് ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ശില്പയുടെ മനസ്സിൽ ഇന്ന് ബ്ലാക്ക് ഡേ ആണ്. അതാ നമുക്ക് ഒരുപാട് പിന്നെ വിലപ്പെട്ട ആളുകളെയാണ് രാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഓർമ്മയിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രണയം നമുക്ക് എന്നും ഓർക്കാം, എന്നും സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. ഇങ്ങനെ ഒരു ആശയം തോന്നാനുണ്ടായ കാരണം എന്താണ്? അത് നീ ഒറ്റയ്ക്കാണോ അതോ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ബേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് വന്ന ഒരു ഉദ്ദേശമാണോ? അത് എങ്ങനെയാണ്? ഓ ഗ്രേറ്റ്, ഓക്കെ. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഒരു പാടാട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നതാണ്, ഞാൻ ഇവിടെ വേറൊരു സംഭവത്തിന് വേണ്ടി വന്നതാട്ടോ. അപ്പോഴാണ് നീ ഒരു പ്ലക്കാർഡും പിടിച്ച് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞത്. ഇത് ഇവിടെ പിന്നെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പിന്നെ കവിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ബോർഡ്? അതോ ജസ്റ്റ് ഇപ്പൊ ഒരു 10 പേരിൽ ഒരാളെ ഒരു ബോർഡ് ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങളെ നിങ്ങളെ ആളുകളെ അടുത്ത് പോയി ക്യാമ്പയിൻ പിന്നെ ചെയ്യണമെന്നില്ല. ഇല്ല, അത് അവരുടെ പേഴ്സണൽ സ്പേസിൽ നമ്മളൊരു ഡിസ്റ്റർബ് ആവണല്ലോ. ഓക്കെ. ഈ പ്ലക്കാർഡ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒരു ദിവസത്തിൽ ജസ്റ്റ് സെക്കൻഡെങ്കിലും ഈ പറയപ്പെടുന്ന ആളുകളെ ഒന്ന് ഓർക്കണം എന്ന് മാത്രം. ഓ തീർച്ചയായിട്ടും. അത് പിന്നെ വാലന്റൈൻസ് ഡേ എന്നല്ല, എല്ലാ പിന്നെ സെലിബ്രേഷനും നമ്മൾ ചെയ്യുന്നത് നമുക്കിവിടെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നമുക്ക് വേണ്ടി റിസ്ക് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കറന്റ്ലി റിസ്ക് എടുത്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അവർക്ക് വേണ്ടി കൂടെ ഒരു നല്ലൊരു ദിവസമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് എന്താ പറയുക, ഒരു ആരും ചിന്തിക്കാത്തൊരു ചിന്ത ഇതേപോലെ ആരെങ്കിലും വേറെ ചിന്തിച്ചാൽ കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ബീച്ചിൽ അഥവാ എല്ലാവരും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് വാലന്റൈൻസ് ഡേ. അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പിന്നെ സംഭവമായിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് ശില്പ? ഞാനിപ്പോ വർക്ക് ചെയ്യാണ്, ജിമ്മിലാണ്. ഇവിടെ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. ഇനി ഞാനും സോൾജിയർ ആവാൻ എനിക്ക് മിലിറ്ററി ആവാനാണ് താല്പര്യം, രാജ്യത്തിനെ കാക്കാനാണ് താല്പര്യം അല്ലേ. തീർച്ചയായിട്ടും ആഗ്രഹം പോലെ ട്രൈ ചെയ്യുന്നുണ്ട്, അതിന് നോക്കുന്നുണ്ടല്ലേ. എന്തായാലും ഭാവിയിൽ ഒരു ഇന്ത്യൻ ആർമിയുടെ ഭാഗമാവാൻ ആ ഒരു പിന്നെ എന്താ പറയുക യൂണിഫോം ഇടാൻ ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റി നല്ലൊരു ചിന്തയുമായിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് നന്ദി. അപ്പോൾ ബൈ. ഓക്കെ.